ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അസി കോസസ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാലിസ്വാഫ് സ്പിൽമൻ്റെ ഇൻ ദ എറ്റിക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എ: വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമൻ? എന്തായിരുന്നു ആ ജർമ്മൻ ഓഫീസറുടെ സ്പിൽമാനോടുള്ള ആറ്റിറ്റ്യൂഡ്? ആൻസർ: The officer's attitude to Spillman was kind, compassionate, and friendly. ജർമ്മൻ ഓഫീസർക്ക് സ്പെൽമൻ്റെ അടുത്തുണ്ടായിരുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള, ഒരു ദയോടുകൂടിയുള്ള, കമ്പാഷനേറ്റ് ആൻഡ് ഫ്രണ്ട്ലി, ഒരു സൗഹൃദപരമായ, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പെൽമൻ ടു പ്ലേ ദ പിയാനോ? എന്തുകൊണ്ടാണ് സ്പെൽമനോട് പിയാനോ വായിക്കാനായി ആ ഓഫീസർ ആവശ്യപ്പെടുന്നത്? ആൻസർ: ഐ തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പെൽമൻ ടു പ്ലേ ദ പിയാനോ ബിക്കോസ് ഹി ലവ്ഡ് മ്യൂസിക് ആൻഡ് ആർട്ടിസ്റ്റ്, ഓർ ഹി വാണ്ടഡ് ടു കൺഫേം ദാറ്റ് ഹി വാസ് എ റിയൽ പിയാനിസ്റ്റ്. അവിടെ രണ്ട് രീതിയിൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഒന്നുകിൽ ഹി വാസ് എ ലവർ ഓഫ് മ്യൂസിക്, അദ്ദേഹം ഒരു മ്യൂസിക് ലവർ ആയിരുന്നു. ദെൻ ഹി വാസ് ഓൾസോ interested in artist, or he wanted to confirm that he was a real pianist. ഒന്നുകിൽ അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ അദ്ദേഹം മ്യൂസിക്കിനെയും ആർട്ടിസ്റ്റുകളെയും ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാകാം പിയാനോ വായിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ: വൈ വാസ് സ്പിൽമൻ ഹെസിറ്റന്റ് ടു പ്ലേ ദ പിയാനോ? പിയാനോ വായിക്കാൻ ആദ്യം സ്പിൽമൻ മടി കാണിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ആൻസർ: Spellman was hesitant to play the piano because he was afraid of being caught if any soldier heard the music. അദ്ദേഹം പിയാനോ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും പട്ടാളക്കാർ ആ പിയാനോയുടെ ശബ്ദം കേൾക്കുമോ, അങ്ങനെ അദ്ദേഹം പിടിക്കപ്പെടുമോ എന്ന ഭയം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹം പിയാനോ വായിക്കാൻ അവിടെ മടി കാണിക്കുന്നത്. ഓക്കെ. ആൻഡ് ക്വസ്റ്റ്യൻ ഡി: ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമൻ? എങ്ങനെയാണ് ജർമ്മൻ ഓഫീസർ സ്പിൽമനെ സഹായിച്ചത് എന്നാണ്. ദ ഓഫീസർ ഓഫൻ സ്പീക്സ് റീഅഷ്യൂറിംഗ്ലി ആൻഡ് അഡ്വൈസസ് ഹിം ടു ഹൈഡ് ഇൻ ദ ലോഫ്റ്റ് ദാറ്റ് അൾട്ടിമേറ്റ്ലി സേവ്സ് സ്പിൽമൻസ് ലൈഫ്. ഐ മീൻ, ഈ ഒരു സ്പിൽമന് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള ഉപദേശങ്ങളാണ് അദ്ദേഹം കൊടുക്കുന്നത്. മാത്രമല്ല, ആ ഒരു ലോഫ്റ്റിൽ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നതും സ്പിൽമനാണ്. ആ ഒരു ഹൈഡിങ് പ്ലേസ് ആണ് ആക്ച്വലി ഈ ഒരു കഥയ്ക്കകത്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത്. ആസ് ദ പ്ലോട്ട് ഡെവലപ്സ്, ദ ഓഫീസർ ഗിവ്സ് ഹിം ഫുഡ് ടു ഈറ്റ് ആൻഡ് ഗിവ്സ് ഐഡ ഡൗൺ ആൻഡ് ഹിസ് മിലിറ്ററി കോട്ട് ടു റെസിസ്റ്റ് ദ സ്നോ. നമ്മൾ ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഓഫീസർ അദ്ദേഹത്തിന് കഴിക്കാനായി ഭക്ഷണം കൊടുക്കുന്നു, മാത്രമല്ല ഒരു ഐഡ ഡൗൺ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജർമ്മൻ കോട്ട് കൂടെ സ്നോയെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഈ രീതിയിലെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ഓഫീസർ സ്പിൽമനെ സഹായിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇ: വാട്ട് വാസ് ദ ഓഫീസർ അഷെയിംഡ് ഓഫ്? എന്തിനെ കുറിച്ചായിരുന്നു ആ ഓഫീസർ, അദ്ദേഹത്തിന് ഒരു നാണക്കേടായിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു എന്നതാണ്. ആൻസർ: ദ ഓഫീസർ വാസ് അഷെയിംഡ് ഓഫ് ബീങ് എ ജർമ്മൻ ഫോർ വാട്ട് ജർമൻസ് ഹാഡ് ബീൻ ഡൂയിങ് ഇൻ ദ വാർ. ആ ഒരു യുദ്ധകാലത്ത് ജർമ്മൻ സൈഡിലെ ആളുകൾ ചെയ്യുന്ന അവരുടെ പ്രവൃത്തികൾ കാരണമാണ് അദ്ദേഹം ഒരു ജർമ്മൻ ആണ് എന്നതിൽ അഷെയിംഡ് ആയതിൻ്റെ കാരണം. ഓക്കെ. ക്വസ്റ്റ്യൻ എഫ്: ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. വാട്ട് ഈസ് സർപ്രൈസിംഗ് അബൌട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ്? ആൻസർ: ദ ഓഫീസർ വാസ് ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ഹി വാസ് എഗെയിൻസ്റ്റ് ദ വാർ. ഇവിടെ ഈ ഒരു ഫ്രേസ് ഷോ ചെയ്യുന്നത് നമ്മുടെ ഓഫീസർ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരുന്നു, മാത്രമല്ല അദ്ദേഹം യുദ്ധത്തിന് എതിരായിരുന്നു. Moreover, these were reassuring words by a German soldier to a Polish Jew in the midst of the Second World War. ഓക്കെ. അതിലുപരിയായിട്ട് ഇതൊരു ജർമ്മൻ സോൾജിയറുടെ റീഅഷ്യൂറിംഗ് വേർഡ്സ് ആയിരുന്നു, ഒരു ധൈര്യം പകരുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു. അതായത് ആ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഒരു ജൂതനായ പോളിഷുകാരന്. ഓക്കെ. Question G: what is the conversation between the officer and Spillman reveal about the bond between them? ഈ ഓഫീസറും സ്പിൽമനും തമ്മിലുള്ള കോൺവെർസേഷൻ അവരുടെ ഇടയിലുള്ള ഏതൊരു ബോണ്ടിനെയാണ് കാണിക്കുന്നത് എന്നാണ്.
ആൻഡ് സോ ദേ കെയർഡ്, ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഈച്ച് അതർ. അവർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ രീതിയിലും ഒരു കരുതലൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എച്ച്. വൈ വാസ് ദർ ലെസ് ആർട്ടിലറി ഫയർ ആഫ്റ്റർ എ ഫ്യൂ വീക്സ്? എന്തുകൊണ്ടാണ് കുറച്ചാഴ്ചകൾക്ക് ശേഷം അവിടെ ആർട്ടിലറി ഫയറിൻ്റെ സൗണ്ടൊക്കെ ലെസ് ചെയ്തു വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഹിയർ ദ ആൻസർ, ദോസ് ലെസ് ആർട്ടിലറി ഫയർ ആഫ്റ്റർ എ ഫ്യൂ വീക്സ് ബിക്കോസ് ദ വാർ വാസ് ഗോയിങ് ടു എൻഡ് ആൻഡ് ദ ജർമ്മൻ സോൾജേഴ്സ് വർ ലീവിങ്. അതായത് ആഴ്ചകൾ കൊണ്ട് ആ ഒരു യുദ്ധം അവസാനിക്കുന്നു. മാത്രമല്ല ജർമ്മൻ സോൾജേഴ്സ് എല്ലാം എന്ത് ചെയ്യായിരുന്നു, ആ ഒരു സ്ഥലം വിട്ടു പോവുകയായിരുന്നു, വാഴ്സ വിട്ടു പോവുകയായിരുന്നു. അതുകൊണ്ടാണ് ആർട്ടിലറി ഫയറിൻ്റെ സൗണ്ട് എന്ത് ചെയ്യുന്നത്, കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് സ്പിൽമൻ സേ ദാറ്റ് ഹിസ് ഹൈഡിങ് പ്ലേസ് വാസ് വെൽ ചോസൺ? എന്തുകൊണ്ടാണ് സ്പിൽമൻ അദ്ദേഹത്തിൻ്റെ ഹൈഡിങ് പ്ലേസ് വെൽ ചോസൺ ആയിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം? ആൻസർ, Spillman says that his hiding place was well chosen because nobody thought of searching it. അദ്ദേഹം അങ്ങനെ കരുതാനുണ്ടായ കാരണം ആരും തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈഡിങ് പ്ലേസ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. ക്വസ്റ്റ്യൻ ജെ. വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമൻസ് അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസർ? സ്പിൽമൻ ജർമ്മൻ ഓഫീസർക്ക് കൊടുത്ത ആ ഒരു അഡ്വൈസിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സ്പിൽമൻ വാസ് താങ്ക്ഫുൾ ടു ദ ഓഫീസർ ഓൾദോ ഹിസ് അഡ്വൈസ് സീംസ് നൈവ്. അദ്ദേഹത്തിൻ്റെ റിപ്ലൈ ദാറ്റ് വാസ് എൻ ഇന്നസെൻറ്റ് വൺ ഈവൻ ദോ ഹി വാസ് താങ്ക്ഫുൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കെ. വാട്ട് സൗണ്ട്സ് ഡിഡ് സ്പിൽമൻ ഹിയർ ഫ്രം ദ അറ്റക്ക്? ആ ഒരു അറ്റക്കിനകത്ത് നിന്ന് എങ്ങനെയുള്ളൊരു ശബ്ദമാണ് സ്പിൽമൻ കേൾക്കുന്നത് എന്നാണ്. സ്പിൽമൻ ഹേർഡ് ദ സ്ക്വീക്കിംഗ് ആൻഡ് റസ്ലിംഗ് ഓഫ് റാറ്റ്സ് ആൻഡ് മൈസ് റണ്ണിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ അറ്റക്ക്. അറ്റക്കിനകത്ത് റാറ്റ്സും മൈസസൊക്കെ സ്ക്വീക്ക് ചെയ്യുന്നതിൻ്റെ, ആ ഒരു റസ്ൽ ചെയ്യുന്നതിൻ്റെ ശബ്ദമായിരുന്നു അദ്ദേഹം കേട്ടിയെന്നുള്ളതാണ്. സോ ഹിയർ ദ മീനിങ് ഓഫ് ദ വേർഡ് സ്ക്വീക്കിംഗ് ഈസ് എ ഷോർട്ട് high pitched sound. Okay, and rustling, it is usually the sounds of papers or leaves. Okay, and next question, why did Spillman say that he had to be alone if he wanted to live? അദ്ദേഹത്തിന് ജീവിക്കണമെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരിക്കണമായിരുന്നു. അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? He lost all his family in the war. അദ്ദേഹത്തിൻ്റെ ഫാമിലീനെ മുഴുവനായിട്ട് ആ ഒരു വാറിനകത്ത് നഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ഇഫ് ഹി വാണ്ടഡ് ടു live more, he wanted to be alone. He had to be alone. And next question, what were the radio announcements about? എന്തിനെക്കുറിച്ചായിരുന്നു ആ റേഡിയോ അനൗൺസ്മെൻറ്റ്? It was about the defeat of Germany and the liberation of Warsaw. ജർമ്മനിയുടെ പരാജയത്തെക്കുറിച്ചും വാഴ്സയുടെ ലിബറേഷനെ കുറിച്ചുമായിരുന്നു അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ഡു സ്പിൽമൻ സർവൈവ് ദ ഫ്രീസിങ് കോൾഡ്? എങ്ങനെയാണ് ആ ഒരു ഫ്രീസിങ് കോൾഡിനെ സ്പിൽമൻ സർവൈവ് ചെയ്തേ എന്നതാണ് ചോദ്യം. ആൻസർ, ഹി യൂസ്ഡ് ദ ജർമ്മൻ ഓവർകോട്ട് ആൻഡ് ഐഡർ ഡൗൺ ഗിവൺ ബൈ ദ ഓഫീസർ. ആ ജർമ്മൻ ഓഫീസർ കൊടുത്തതായിട്ടുള്ള ജർമ്മൻ ഓവർകോട്ട് ആൻഡ് ഐഡർ ഡൗൺ, ദാറ്റ് ബെഡ് കവർ, ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമൻ ഹോപ്പ് ടു ഗെയ്തർ? എങ്ങനെയുള്ള വിവരങ്ങളാണ് അദ്ദേഹം ഗ്യാദർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്നതാണ്. ഹി ഹോപ്പ് ടു ഗ്യാദർ ദ ഇൻഫർമേഷൻ ദാറ്റ് ദ വാർ ഹാഡ് എൻഡഡ്. അതായത് യുദ്ധം അവസാനിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനാണ് അദ്ദേഹം ഹോപ്പ് ചെയ്തെന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ വിമൻ ക്രൈ ഔട്ട് വെൻ ഷീ സീസ് സ്പിൽമൻ? സ്പിൽമനെ കണ്ട സമയത്ത് ആ ഒരു ആ ഒരു സ്ത്രീ കരയുന്നതിൻ്റെ കാരണം എന്താണ്? ആസ് ഹി വാസ് വെയറിങ് എ ജർമ്മൻ ഓവർകോട്ട്, ദ വുമൻ തോട്ട് ഹി വാസ് എ ജർമ്മൻ ഇൻ ഹൈഡിങ്, സോ ഷീ ക്രൈഡ്. അദ്ദേഹം ആ ഒരു ജർമ്മൻ ഓവർകോട്ടും ധരിച്ചിരിക്കുന്ന സമയത്ത് ആ ഒരു സ്ത്രീ വിചാരിക്കുന്നു അദ്ദേഹം ഒളിഞ്ഞിരിക്കുന്ന ഒരു ജർമ്മൻ ആണ് എന്ന്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കരയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അബ്സർഡ് സിറ്റുവേഷൻ സ്പിൽമൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? ഇതിനകത്ത് സ്പിൽമൻ ഫൗണ്ട് ചെയ്യുന്ന അബ്സേർഡായ സിറ്റുവേഷൻ ഏതാണ്? ആൻസർ, when the Polish soldiers were trying to kill him thinking he was a German, he thought that it was absurd to be killed in a liberated Warsaw by his own country soldiers. Okay,
അദ്ദേഹം ഒരു ജർമ്മൻ ആണ് എന്ന് കരുതിയിട്ട് പോളിഷ് സോൾജിയേഴ്സ് തന്നെ അദ്ദേഹത്തെ കൊല്ലാനിരിക്കുന്ന സമയത്താണ് അദ്ദേഹം കരുതുന്നത്. ലിബറേറ്റഡ് ആയിട്ടുള്ള വാഴ്സയ്ക്കകത്ത് അവരുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാരാൽ തന്നെ താൻ കൊല ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. സോ ഇതാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനകത്തെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിനകത്തെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സാണ് വാലിസ്വാഫ് സ്പിൽമൻ ആൻഡ് ദ ജർമ്മൻ ഓഫീസർ വോം ഹസൻഫെൽഡ്. ഈ 2 പേരുടെ ക്യാരക്ടർ സ്കെച്ചും കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിനകത്തേക്ക് നോക്കാം. സോ ഹിയർ ദ ഫസ്റ്റ് വൺ, സ്പിൽമൻ. ആക്ച്വലി ഇദ്ദേഹത്തിൻ്റെ പേര് വാലിസ്വാഫ് സ്പിൽമൻ എന്നാണ്. ഇദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇതിനകത്ത് പഠിച്ചൊരു സംഗതിയാണ്. വാലിസ്വാഫ് സ്പിൽമൻ്റെ ഒരു മെമ്മോയാണ് ദ പിയാനിസ്റ്റ്. ആ ദ പിയാനിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വർക്കിനകത്ത് നിന്നാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇൻ ദ അറ്റിക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എടുത്തത്. അപ്പോൾ ഓക്കെ, ഇവിടെ നമ്മൾ സ്പിൽമൻ്റെ ഇതിനകത്തെ ആ ഒരു പിയാനിസ്റ്റിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. സോ ലെറ്റ്സ് റീഡ്. സ്പിൽമൻ ഈസ് പോർട്രൈഡ് ആസ് എ റിസിലിയൻറ്റ്, ഡിറ്റർമൈൻഡ് ആൻഡ് ഇമോഷണലി സെൻസിറ്റീവ് മാൻ. സ്പിൽമനെ ഇതിനകത്ത് ഒരു റെസിലിയൻ്റ് ആയിട്ടുള്ള എല്ലാ അപകടാവസ്ഥയെയും തരണം ചെയ്യാൻ കഴിവുള്ള ഒരു ഡിറ്റർമൈൻഡായ ഒരു ദൃഢ തീരുമാനം, സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ പറയുന്നത്. ഹാവിങ് സർവൈവ്ഡ് അൺസ്പീക്കബിൾ ഹൊറേഴ്സ് ഡ്യൂറിങ് ദ ഹൊളോകോസ്റ്റിൻ്റെ സമയത്തെ എല്ലാ തരത്തിലുള്ള ക്രൂരതയെയും അതിജീവിച്ച അദ്ദേഹം, ഹി ഷോസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ എക്സോഷൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹി വാസ് ടോട്ടലി എക്സോസ്റ്റഡ്, ഹി വാസ് ടയേർഡ്. അദ്ദേഹം ഫിസിക്കലായും ഇമോഷണലായിട്ടൊക്കെ അദ്ദേഹം അവിടെ ടയർഡായിരുന്നു എന്നുള്ളതാണ്. സോ ഹിയർ യു ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് വേർഡ് ഹൊളോകോസ്റ്റ്. അഡോൾഫ് ഹിറ്റ്ലറുടെ ഏറ്റവും വന്യമായ ഒരു ക്രൂരതയായി കണക്കാക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഹൊളോകോസ്റ്റ്. ഒരുപാട് ആളുകളെ ജീവനോടുകൂടെ ചുട്ടുകൊന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഹൊളോകോസ്റ്റ്. അപ്പോൾ ആ ഒരു കാരണം മൂലം, ആ ഒരു ജർമ്മൻസിൻ്റെ ക്രൂരത മൂലം ഇദ്ദേഹം ഇമോഷണലി ആൻഡ് ഫിസിക്കലി എക്സോസ്റ്റഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. His passion for music remains strong even after years of hiding, symbolizing his deep connection to his identity. ആ ഒരു യുദ്ധകാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള ആ ഒരു ഇഷ്ടം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ ഒരു പാഷൻ അദ്ദേഹം അവിടെ കാണിക്കുന്നുണ്ട്. തൻ്റെ ഐഡൻറ്റിറ്റിയോട് അദ്ദേഹത്തിലുള്ള ആ ഒരു ഡീപ്പ് കണക്ഷനെ. ദോ ഫിയർഫുൾ ഹീ ഈസ് നോട്ട് ബ്രോക്കൺ. അദ്ദേഹം പേടിയായിരുന്നിട്ടും അദ്ദേഹം ബ്രോക്കൺ അല്ല. ഹിസ് റിഫ്യൂസൽ ടു ലീവ് ദ അറ്റിക് റിവീൽസ് ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇമോഷണൽ ആങ്കറിങ് ടു ഹിസ് ഹോംലാൻഡ്. അദ്ദേഹത്തോട് അറ്റക്ക് വിടാൻ വേണ്ടി ഓഫീസർ പറയുന്ന സമയത്ത് അദ്ദേഹം ഡിറ്റർമൈൻഡ് ആയിട്ട് ആളോട് പറയുന്നുണ്ട്, ഐ ഡിഡൻറ്റ് മൂവ് ഫ്രം ഹിയർ, ഐ വോണ്ട് മൂവ് ഫ്രം ഹിയർ. അത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാതൃരാജ്യത്തോട് അദ്ദേഹത്തിനുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിനെയാണ്. ഹി ഡിസ്പ്ലൈസ് എ ഡീപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ഹ്യൂമാനിറ്റി, especially in his desperate attempt to remember the office names and offer help in the future. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ഹ്യൂമാനിറ്റി, കൃതജ്ഞതയും അതുപോലെ ആ ഒരു മാനവികതയുമെല്ലാം ഈ ഒരു കഥയ്ക്കകത്ത് ആ ഓഫീസറോട് തൻ്റെ പേര് ഓർത്തിരിക്കാൻ പറയുമ്പോഴും ഭാവിയിൽ എന്തെങ്കിലും സഹായം വരികയാണെങ്കിൽ ആ ഒരു സഹായം അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നതൂടെ ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹ്യൂമാനിറ്റീനെ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെയാണ് അത് കാണിക്കുന്നത്. ഹെസ് സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഈസ് സ്ട്രോങ്. അതിജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ആ ഒരു കഴിവ് വളരെ സ്ട്രോങ് ആണ്. ബട്ട് സോ ഈസ് ഈസ് ലോങ്ങിങ് ഫോർ കണക്ഷൻ ആൻഡ് ഹോപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ, അതുപോലെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പും ഇത് അങ്ങനെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഡിസ്പൈറ്റ് ദ ഡേഞ്ചർ ആൻഡ് ഡിസ്ട്രസ്റ്റ് ഓഫ് ദ ടൈം, സ്പിൽമൻ ഫോംസ് എ റെയർ ആൻഡ് പവർഫുൾ ബോണ്ട് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലോയൽറ്റി വിത്ത് എ ജർമ്മൻ ഓഫീസർ, വൺ ബിൽഡ് ഓൺ മ്യൂച്വൽ റെസ്പെക്ട് ആൻഡ് ഷെയർഡ് ഹ്യൂമാനിറ്റി. അതായത് ആ ഒരു യുദ്ധകാലത്തിൻ്റെ ക്രൂരത നിലനിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു ജർമ്മൻ ഓഫീസറുമായിട്ട് അവിടെ ഒരു നല്ലൊരു പവർഫുൾ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടിയുള്ള ഒരു ഷെയർ ഹ്യൂമാനിറ്റീനെ കാണിക്കുന്ന ഒരു ബന്ധവും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ ആക്ച്വലി ദീസ് ആർ ഹിൻസ് ഓഫ് സ്പിൽമൻ. ഈ
കാര്യങ്ങളിലൂടെ ഉൾപ്പെടുത്തിയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ചിന് എഴുതാൻ പറ്റും. സോ ഹിയർ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ ജർമ്മൻ ഓഫീസർ. ദ ഓഫീസർ ഇനീഷ്യലി എ സ്ട്രേഞ്ചർ. ആദ്യത്തിൽ അദ്ദേഹം ഒരു അപരിചിതനായിരുന്നു ആൻഡ് പൊട്ടൻഷ്യൽ ത്രെറ്റ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായിരുന്നു. എമേർജസ് ആസ് എ സിമ്പിൾ ഓഫ് അൺഎക്സ്പെക്റ്റഡ് കമ്പാഷൻ അമിഡ്സ് വാർ. ആ യുദ്ധകാലത്തും ഒരു അപ്രതീക്ഷിതമായ സഹാനുഭൂതിയുടെ ഒരു കമ്പാഷൻ്റെ സിമ്പിളായിട്ടാണ് ഇദ്ദേഹം ഇവിടെ എമേർജ് ചെയ്യുന്നത്, പ്രത്യക്ഷപ്പെടുന്നത്. ഡെസ്പൈറ്റ് ബീങ് എ ജർമ്മൻ സോൾജർ, ഒരു ജർമ്മൻ സോൾജറാണ് എന്നതിനേക്കാൾ ഹി ട്രീറ്റ് സ്പിൽമൻ വിത്ത് കൈൻഡ്നെസ്. സ്പിൽമനെ വളരെ കൈൻഡായിട്ടാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഫീഡിങ് ഹിം, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു, മാത്രമല്ല അദ്ദേഹത്തെ ഫീഡ് ചെയ്യുന്നു. ഈവൻ വൈൽ റിസ്കിങ് ഹിസ് ഓൺ ലൈഫ്, സ്വന്തം ജീവിതം അപകടത്തിലാക്കിയിട്ട് പോലും അദ്ദേഹം ആ ഒരു ജൂതനായ പോളണ്ടുകാരനെ സഹായിക്കുന്നുണ്ട്. ഹിസ് ഷെയിം അറ്റ് ബീങ് ജർമ്മൻ റിഫ്ലക്സ് ഹിസ് മോഡൽ അവേക്കനിങ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോധോദയത്തെയാണ്, ആ ഒരു നല്ല മനസ്സിനെയാണ് ആക്ച്വലി ഒരു ജർമ്മനായി പോയതിൽ അദ്ദേഹം ഖേദിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്നും വ്യക്തമാകുന്നത്. ഹി ഡസൻറ്റ് ആസ്ക് ഫോർ എനിത്തിങ് ഇൻ റിട്ടേൺ ആൻഡ് ഡിസ്പ്ലേസ് എ ക്വൈറ്റ് ഡിഗ്നിറ്റി ആൻഡ് കറേജ്. അദ്ദേഹം ഏതൊരു രീതിയിലുള്ള സഹായം ചെയ്യുമ്പോഴും തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല ആ ഒരു ഡിഗ്നിറ്റി, അദ്ദേഹത്തിൻ്റെ ആ ഒരു കറേജ് അവിടെ ക്വൈറ്റ്ലി അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഹിസ് ആക്ഷൻസ് ആർ നോട്ട് ഡ്രിവൺ ബൈ ഡ്യൂട്ടി ബട്ട് ബൈ കോൺഷ്യസ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഒരിക്കലും ഡ്യൂട്ടി ബൗണ്ടഡ് ആയിട്ട് എന്നതല്ല, അദ്ദേഹത്തിൻ്റെ കോൺഷ്യൻസ്, ആ ഒരു ആത്മബോധം ബേസ് ചെയ്തിട്ടാണ്. Through his selfless actions, the officer earns Spillman's trust and creates a touching relationship rooted in loyalty and human compassion, transcending the brutal divisions of war. അദ്ദേഹത്തിൻ്റെ സെൽഫ്ലെസ് ആയിട്ടുള്ള ആക്ഷൻസ് സ്പിൽമനുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ടച്ചിങ് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു ഓഫീസർക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ലോയൽറ്റി ആൻഡ് ഹ്യൂമൻ കമ്പാഷൻ, that was full of loyalty and human compassion, transcending the brutal divisions of war. ആ ഒരു യുദ്ധകാല വിഭജനത്തിൻ്റെ സമയത്ത് പോലും ഒരു ലോയൽ ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ദ സ്കെച്ച് ഓഫ് ദ ജർമ്മൻ ഓഫീസർ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രധാനമായും നമ്മൾ ഇതിനകത്തെ രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ദ ജർമ്മൻ ഓഫീസർ വേം ഹൊസൻഫെൽഡ് ആൻഡ് വാരിസ്വാഫ് സ്പിൽമൻ, ഈ രണ്ടാളുകളുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഓൺലി ദെൻ യു വിൽ ഗെറ്റ് നോട്ടിഫിക്കേഷൻ ഫ്രം അവർ സൈഡ്. ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അസി കോസസ്. താങ്ക് യു.